ഇപ്പോൾ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, അങ്ങ് എങ്ങനെയാണ് യെച്ചൂരി അനുസ്മരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തിളക്കമുള്ള നേതാക്കളിൽ ഒരാളായിട്ടാണ് ഞാൻ സീതാറാമനെ ഓർക്കുന്നത്. എപ്പോഴും പ്രസരിപ്പുള്ള ആ മുഖം പ്രയാസഘട്ടങ്ങളിലും പ്രതിസന്ധി വേളകളിലും പതറാതെ മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട്. CPI എമ്മിനെ മാത്രമല്ല, ഇടതുപക്ഷത്തെ ആകെ തന്നെ. സീതാറാം യെച്ചൂരി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ്. സീതാറാം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കെ, ഞാൻ AISFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കെ മഹാരാജാസ് കോളേജിന്റെ മുറ്റത്ത് വെച്ചാണ് ഞങ്ങളുടെ ബന്ധം ആരംഭിക്കുന്നത്. പിന്നീട് ദശാബ്ദങ്ങളിലൂടെ വളർന്നു വന്നൊരു ബന്ധമാണ് ആ ബന്ധം. ഇടയ്ക്ക് കുറച്ചു കാലം ഞാൻ ലോക യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയായി ബുഡാപെസ്റ്റിലും മോസ്കോയിലും ജീവിക്കുന്ന കാലത്ത് രണ്ട് സ്ഥലത്തെയും എൻ്റെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് സീതാറാം വരുമായിരുന്നു. അത്താഴവേളയിൽ ആഹാരം കഴിച്ച് പൊതുവർത്തമാനം പറഞ്ഞ് പാട്ട് കേട്ട് രാത്രി ഏറെ വൈകുവോളം വർത്തമാനം പറഞ്ഞാണ് അന്നെല്ലാം സീതാറാം പിരിയാറ്. ഈ പരസ്പര ബന്ധങ്ങളിൽ ഊഷ്മളതയാണ് സീതാറാമിന്റെ മുഖമുദ്ര. രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ സ്വാധീനിച്ചത് സുദീപ്തമായ പ്രത്യയശാസ്ത്ര അടിത്തറയായിരുന്നു. സൈദ്ധാന്തിക അടിത്തറയിലൂന്നി രാഷ്ട്രീയ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കെൽപ്പുള്ള നേതാക്കളിൽ പ്രമുഖനായിരുന്നു സീതാറാം യെച്ചൂരി. ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണ വേളയിൽ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ അതിനെപ്പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന സമയത്ത് പോലും സീതാറാമിന് ആശയ വ്യക്തതയുണ്ടായിരുന്നു. RSSന്റെ ആപത്തിനെ ചെറുക്കാൻ ഇന്ത്യ സഖ്യം പോലെ വിശാലമായ ഐക്യനിര ആവശ്യമാണെന്ന സുവ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് സീതാറാം ആ ചർച്ചകളിലെല്ലാം അദ്ദേഹത്തിന്റെ പങ്ക് വഹിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ ഈ വിയോഗവേളയിൽ വരും കാലങ്ങളിലെ കർത്തവ്യങ്ങൾ, ഇന്നത്തെ വെല്ലുവിളികൾ എല്ലാം ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ സീതാറാം ബാക്കി വെച്ചു പോകുന്ന പ്രവർത്തനക്ഷമതയും ആശയ വ്യക്തതയും ഞങ്ങൾക്കെല്ലാവർക്കും വഴി കാണിക്കും എന്ന് ഞാൻ പറയട്ടെ. പ്രിയപ്പെട്ട ആ സഹാവിന്റെ, പ്രിയങ്കരനായ നേതാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരപൂർവ്വം തല താഴ്ത്തിപ്പിടിക്കുന്നു, ചെങ്കട താഴ്ത്തിപ്പിടിക്കുന്നു. ലാൽ സലാം സഹാവെ എന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു. ശ്രീ ബിനോയ് വിശ്വമാണ് ഇപ്പോൾ യെച്ചൂരി അനുസ്മരിച്ചത്. ദിലീപ് തുടരുന്നുണ്ട്. ദിലീപ് ഡൽഹിയിലെ പാർട്ടി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഈ CPMനെ പറ്റി പറയുന്ന ഈ പാർട്ടി സംവിധാനത്തിന്റെ ഇരുമ്പ് മറ എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ ഈ AKG ഭവന്റെ പടിക്കെട്ടുകൾ കയറി വരുമ്പോൾ പല ഘട്ടങ്ങളിലും നിങ്ങളൊക്കെ യെച്ചൂരിയോട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മറ്റ് നേതാക്കന്മാർ പ്രതികരിക്കാൻ ഇടയില്ലാത്ത വിഷയങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ എന്തായിരുന്നു യെച്ചൂരിയുടെ സമീപന രീതി? വേണു, CPIഎമ്മിലെ വലിയ ഒരു പിടിമുറുക്കമോ പിടിവാശിയോ ഇല്ലാത്ത നേതാവായിരുന്നു എന്ന് പറയാം സീതാറാം യെച്ചൂരിയെ. കാരണം കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അത് ഡൽഹിയിലെ പാർട്ടികൾ എന്ന് പറയാവുന്ന അത്തരം പാർട്ടികൾ മുതൽ, അതായത് രാഷ്ട്രീയ പാർട്ടിയല്ല, പാർട്ടികൾ മുതൽ ഒരു സാധാരണക്കാരനോട് വരെ സംസാരിക്കുന്നതിൽ സീതാറാം യെച്ചൂരിക്ക് അതീവ താല്പര്യം തന്നെ ഉണ്ടായിരുന്നു. കാരണം തൻ്റെ രാഷ്ട്രീയം അവിടങ്ങളിലൊക്കെ അടയാളപ്പെടുത്തുക എന്നതാണ് സീതാറാം യെച്ചൂരി സ്വീകരിച്ചിരുന്ന സമീപനം. അദ്ദേഹം എല്ലായ്പ്പോഴും തന്നെ അത് CPMനെ സംബന്ധിച്ച് ഒരു തിരുത്തൽ ശക്തിയാകേണ്ട ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. അത് നേരത്തെ UPA സർക്കാരിന് പിന്തുണ പിൻവലിക്കുന്ന ആ ഘട്ടത്തിലൊക്കെ പിന്തുണ പിൻവലിക്കേണ്ട എന്ന നിലപാടായിരുന്നു സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നത്. അതൊരു രാജ്യത്തെ ഒരു മതനിരപേക്ഷ കൂട്ടായ്മയ്ക്ക് അതൊരു കനത്ത തിരിച്ചടിയാകും എന്ന നിലപാടാണ് യെച്ചൂരിയെ പോലെയുള്ളവർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം മറിച്ചായിരുന്നു. ഇങ്ങനെയുള്ള യെച്ചൂരി, അത് കേരളത്തിൽ പിണറായി VS രാഷ്ട്രീയ തർക്കം, CPIഎമ്മിൽ വിഭാഗീയത രൂക്ഷമായ കാലത്ത് സീതാറാം യെച്ചൂരി VSന്റെ പല നിലപാടുകളും ശരിയാണ് എന്ന് CPIഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലും PBയിൽ സമർത്ഥിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച നേതാവാണ്. VSുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു യെച്ചൂരിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ VSനെ സംരക്ഷിക്കുന്ന കാര്യത്തിലും പാർട്ടിയിൽ പലപ്പോഴും ഭൂരിപക്ഷം മാത്രമല്ല ഒരു തീരുമാനത്തിന് അടിസ്ഥാനമാക്കേണ്ടത്, ചില പ്രായോഗിക കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് VSനെ സംരക്ഷിച്ച ഒരു നേതാവ് കൂടിയാണ് ദേശീയ തലത്തിൽ. അത്തരത്തിലൊരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അത് അദ്ദേഹത്തിൻ്റെ ഈ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള
വളരെ അടുത്ത ബന്ധമാകട്ടെ. അദ്ദേഹം എഴുതിയിട്ടുള്ള ഹിന്ദുസ്ഥാൻ ടൈംസിൽ എഴുതിയ ഒരു പങ്ക്തി, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്ന പേരിൽ, അത് വർഷങ്ങളോളം ആ പങ്ക്തി ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു മാരുതി 800 കാറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ സാധാരണ അവിടെ യെച്ചൂരി നേരത്തെ അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ വാഹനം അതായിരുന്നു.